Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon, ma'am. ആരാണ്? Good afternoon. ഞാനാ മാം. ഞാൻ ചെയ്തോളാം. ചെയ്യട്ടെ മാം. Okay, start ചെയ്തോ. Walking with the Lord, we are walking in the morning. Lift up your heads, you are walking with God. Singing to the Lord, we are singing in the sunshine. Lift up your head, oh, you are singing to the Lord. Hand in hand with everyone, we are walking, walking. Black and white, brown together, walking, walking. Singing new songs now, singing new lyrics. Building new bridges, just walking distant smile. Walking with the Lord, we are walking in morning. Lift up your head, you are walking with God. Thank you, ma'am. Thank you ട്ടോ. സൈനിങ് ആരാ പറയണേ? ഞാനാ മിസ്സേ. പറഞ്ഞോ. അറിവ്, അഭിനിവേശം, അനുകമ്പ എന്നിവയിൽ നിന്നാണ് മഹത്തായ അധ്യാപകർ ഉരുത്തിരിഞ്ഞത്. സൈൻ ഇൻ ബൈ രഞ്ജിനി. താങ്ക് യു മിസ്. താങ്ക് യു. മിസ്സേ, ഇന്നും നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇമോഷൻസിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് സ്റ്റോറി, 1 minute ഷോർട്ട് സ്റ്റോറി ഉണ്ട്. ഞാനൊന്ന് പ്രസന്റ് ചെയ്തോട്ടെ. ഒരു 1 minute കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്തേക്കാം. സൈൻ ഇൻ ചെയ്യാമോ? One minute, only 1 minute. Be cheerful always. Rohit came back from school looking very sad. He threw the school bag on his table and sat looking dark face. He would not talk or eat. He would not do even his homework. His mother was worried. She asked him what had gone wrong. Finally, he opened up. I have no friends and no one talks to me. I don't want to go school again, he said. She understood his problem. Child, it is because you look very serious. There is no smile on your face. That is why no one likes you. Then what should I do? Rohit was eager to know. His mother had the answer ready. Keep smiling, then you will be the fun. Yes, it did work. Today, Rohit has many friends. He is a happy boy. Thank you, ma'am. Thank you. Okay. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് പോർഷൻ എടുത്ത് നിർത്തിയത്? ഓർമ്മയുണ്ടാവും? ഫിയർ അല്ലേ പറഞ്ഞു നിർത്തിയത്? Fear ആണ് മാം. ഓക്കെ. ദേഷ്യം എന്നാരാ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞ? ആരോടെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞത്? അത് ഞാനാ മാം ചെയ്ത. കഴിഞ്ഞ ആഴ്ച ചെയ്തായിരുന്നു. ഒന്നുകൂടി ഒന്ന് പറയൂ, എല്ലാരും മറന്നുപോയിട്ടുണ്ടാവും. കുഴപ്പമുണ്ടാവും മായ? ഇല്ല, ഞാൻ എടുത്തോട്ടെ. ഓക്കെ. ആങ്കർ ഫർസാനല്ലേ പ്രിപ്പയർ ചെയ്തത്? ഞാൻ ജസ്റ്റ് മലയാളത്തില് അതങ്ങ് ജസ്റ്റ് ഒന്ന് പറഞ്ഞാ പോരെ മാം? ഓക്കെ ഓക്കെ, മലയാളത്തിൽ പറഞ്ഞു. മൊത്തം എടുക്കണ്ട, ഞാൻ കുറെ എഴുതിയായിരുന്നു. അത് മൊത്തം വായിക്കുന്നില്ല, ജസ്റ്റ് മലയാളം മാത്രം ഒന്ന് പറയാം. ഓക്കെ. ഭയം എന്ന് പറയുന്നത് ഒരു നല്ല വികാരമാണെന്നായിരുന്നു ഞാൻ ആദ്യ സെന്റൻസ് എഴുതിയത്. അത് നമുക്ക്
നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒരു വികാരമാണ്. അതായത് ചെറിയ ചെറിയ പേടികൾ നമുക്ക് ആവശ്യമാണ്. അതായത് ഇപ്പൊ നമ്മളൊരു വെള്ളത്തിൽ ചാടാൻ പോവാണെങ്കിൽ ഒരു നദി കണ്ടു കഴിഞ്ഞാൽ അവിടെ പോയി ചാടിയാൽ നമ്മൾ മരിച്ചു പോകും. അപ്പൊ നമ്മൾ അതിനെ ഒന്ന് പേടിക്കണം. അതുപോലെ ഒരു എക്സാം വരുവാണെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഫെയിൽ ആയി പോകും. അങ്ങനത്തെ ചെറിയ ചെറിയ പേടികൾ നല്ലതാണ്. അതുകൊണ്ടാണ് ഭയം ഒരു നല്ല വികാരമാണെന്ന് ഫസ്റ്റ് സെന്റൻസിൽ ഞാൻ എഴുതിയത്. ഹലോ ആങ്കർ അല്ലേ പറയാൻ ആങ്കർ ആണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എന്നോടാണ് ഞാനാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറയാം ഇപ്പൊ. ഞാൻ ആങ്കർ ആണ് പറയാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഫിയർ എന്നാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞു, ഒന്നോടെ പറയാൻ പറഞ്ഞു, മറന്നുപോയി. ഓക്കെ കുഴപ്പമില്ല. ഓക്കെ മാം, എനിക്ക് മാറിപ്പോയതാന്ന് തോന്നുന്നു. സോറിയുടെ. ഞാൻ ഫർസാനാണ് എഴുതിയിരിക്കുന്നത്. ആങ്കർ എന്ന് പറഞ്ഞിട്ട് ഫർസാനയുടെ പേര് എഴുതി വെച്ചിരിക്കുന്നത്. കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ആള് ഭയങ്കര കരച്ചിലായിട്ട് നിക്കുകയാണ്. അതാ എഴുതി വെച്ചിട്ടുണ്ട് മിസ്. ആങ്കറിനെ പറ്റി എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അപ്പൊ നമുക്ക് എല്ലാവർക്കും അവസരം തരാം. ദേഷ്യം നമ്മളൊക്കെ എല്ലാവർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? നമ്മള് മെയിൻ ആയിട്ട് ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്തേക്ക് എന്തെങ്കിലും ചെറിയൊരു കാര്യമായിട്ട് വരികയാണെങ്കിൽ നമ്മുടെ കുട്ടികളോടായാൽ പോലും നമ്മൾ ആ ദേഷ്യം കാണിക്കാറില്ലേ? അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം അത് ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾക്ക് ദേഷ്യമുണ്ട്, വിഷമമുണ്ട്, അതൊന്നും നമ്മൾ ആരോടും പ്രകടിപ്പിക്കരുത്, കുട്ടികളോട് പ്രകടിപ്പിക്കരുത്. കാരണം അവരുടെ മനസ്സ് പെട്ടെന്ന് എന്ത് ചെയ്യും? വിഷമിക്കും. അത് എന്താ പറയാ, അവർക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരാനുള്ള ചാൻസ് ഉണ്ട്. പെട്ടെന്ന് അവർ കരഞ്ഞു പോകും. അപ്പൊ നമ്മളോട് അത്രയും സ്നേഹത്തോടെ നിൽക്കണം, അമ്മ ഒന്ന് മാറി എന്ന് പറഞ്ഞാൽ പോലെ തന്നെ എന്താ പറയും, അയ്യോ അമ്മ എന്താ എന്നോട് ദേഷ്യം പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞു കൊച്ചുങ്ങളെ പോലെ ഭയങ്കരമായിട്ട് വിമ്പി അങ്ങനെ കരയും. ഭയങ്കരമായിട്ട് പെട്ടെന്ന് കരഞ്ഞു പോകും. അവർക്ക് എന്ത് ചെയ്യാൻ അറിഞ്ഞൂടാ, അത് ഹൈഡ് ചെയ്യാൻ അറിഞ്ഞൂടാ. ഓക്കെ. അപ്പൊ പെട്ടെന്ന് കരഞ്ഞു. അപ്പൊ നമ്മൾ കുട്ടികളുടെ മുമ്പിൽ എന്ത് കാണിക്കരുത്? ദേഷ്യം കാണിക്കരുത്. ഇനിയിപ്പോ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളായാലും ക്ലാസ്സിൽ ചിലപ്പോൾ ഭയങ്കര ബഹളൊക്കെ എത്തിക്കായിരിക്കും. അപ്പൊ വടിയൊക്കെ എടുത്ത് പേടിപ്പിച്ചാൽ പോലും ഒരിക്കലും അവരോട് ദേഷ്യം പ്രകടിപ്പിക്കരുത്. കാരണം ദേഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ആ ഒരു ദേഷ്യം കൊണ്ട് ചിലപ്പോ ആ ഒരു കുട്ടിയുടെ എന്താ പറയാ ചിലപ്പോ ആ കുട്ടി ഭയങ്കരമായിട്ട് വിഷമിച്ചു പോകും. നമ്മൾ ആ കുട്ടിനെ മാത്രം ഭയങ്കരമായിട്ട് അത്രയും ക്ലാസ്സിന് മുമ്പിൽ നിന്ന് ഷൗട്ട് ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ആ കുട്ടിയുടെ സ്ഥാനത്തായിട്ട് ഒന്ന് ആലോചിക്കണം. നമ്മളാണ് ആ കുട്ടിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇത്രയും ചീത്തൊരു ടീച്ചറിന്റെ കയ്യിൽ നിന്ന് കേൾക്കണമെങ്കിൽ ആ കുട്ടിയുടെ മനസ്സ് എന്തോരം വിഷമിക്കുന്നുണ്ടാവും. അത് ചിന്തിച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും പെരുമാറാനായിട്ട്. ഒരുപാട് കാരണം കൊണ്ട് നമുക്ക് ദേഷ്യം വരും. നമ്മൾ എന്ത് ദേഷ്യം വന്നാലും, ഞാൻ പറഞ്ഞില്ലേ എന്ത് ദേഷ്യം വന്നാലും എന്തുണ്ടെങ്കിലും നമ്മൾ ക്ലാസ് റൂമിൽ കയറുന്നതിന് മുമ്പ് അത് പുറത്ത് വെച്ചിട്ട് ക്ലാസ് റൂമിലേക്ക് എൻ്റർ ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ കാര്യം ഫോളോ ചെയ്യണം. നമുക്ക് ഇതേപോലെ ഒരുപാട് ടെൻഷൻസും ഒരുപാട് കാര്യങ്ങളും നമ്മൾ വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റിൽ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ ഉണ്ടാവും. ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ അതൊക്കെ അവിടെ വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ കൂൾ മൈൻഡ് ആയിട്ട് വേണം നമ്മുടെ ഫാമിലിയിലേക്ക് വരാനായിട്ട്. കാരണം മിക്കവർക്കും കുഞ്ഞുമക്കളാണുള്ളത്. അപ്പൊ അവരോടൊക്കെ നമ്മുടെ ഈ ദേഷ്യം, നമ്മുടെ ഈ ഫ്രസ്ട്രേഷൻ ഒന്നും കാണിക്കാൻ പാടില്ല. കാരണം അവർ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഏറ്റവും ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അവരെ സപ്പോർട്ട് ചെയ്യണം, അവരുടെ ഓരോ കാര്യത്തില് ഹെൽപ്പ് ചെയ്യണം, അവരെ അത്രയും കെയറോട് കൂടെ പരിഗണിക്കുന്ന അവരുടെ പാരന്റ്സിനെ നമുക്ക് വേണ്ടത്. നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും നമ്മുടെ കുട്ടികളോട് അത് പ്രകടിപ്പിക്കരുത്. ഇത് മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾ ഭയങ്കര ബഹളത്തിങ്ങനെ കുരുത്തക്കേട് കാണിക്കണം, അവരെയൊക്കെ പേടിപ്പിച്ചൊക്കെ നിർത്താം. പക്ഷെ ഒരിക്കലും നമ്മൾ അവരെന്ത് ചെയ്യരുത്? ഇത്രയും കുട്ടികളുടെയൊക്കെ മുമ്പിൽ വെച്ച് ഷൗട്ട് ചെയ്ത് ചിലപ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര സങ്കടമായി പോകും. പിന്നെ ആ കുട്ടിക്ക് ക്ലാസ്സിലേക്ക് വരാൻ പേടിയായിരിക്കും. നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് തല്ലിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കാണുമ്പോഴേ അവന് പേടിയായിരിക്കും. അത് ഭയങ്കരമായിട്ട് അവന്റെ ആ ഒരു മെന്റൽ ഹെൽത്തിന് അത് വളരെ അധികം ബുദ്ധിമുട്ടിപ്പിക്കും, അല്ലെങ്കിൽ ആ വിഷമം വരാനുള്ള കാരണമായിട്ട് മാറും. ഇനി ആങ്കറിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായം പറയാനെങ്കിൽ പറഞ്ഞോട്ടോ. മായ തന്നെ പറഞ്ഞോ ദേഷ്യം. ഓൺ വേർഡ്സിൽ പറഞ്ഞാൽ മതിയടാ. നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു ഫീലിംഗ് അല്ലേ? മാം, ദേഷ്യത്തെ കുറിച്ച് ആങ്കറിനെ കുറിച്ച് പറഞ്ഞാല് ആങ്കർ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നല്ല വികാരമല്ല. ഒത്തിരി എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല ആക്ച്വലി. ഒറ്റ മിനിറ്റ് മിസ്സേ. പിന്നെ നമ്മൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്തായാലും കുട്ടികളോട് എപ്പോഴും ഒരു സ്മൈലോട് കൂടി അങ്ങനെ വേണം നമ്മൾ പെരുമാറാൻ.
നമ്മള് ഒരു കുട്ടിയെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഒരു ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപിക കുട്ടികൾക്ക് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അതായത് നമ്മൾ അവരിൽ ഒരാളായി നിന്നുകൊണ്ട് അവരോട് നല്ല സോഫ്റ്റ് ആയിട്ട് സംസാരിച്ച് അവരെ അങ്ങനെ ഒരു രീതിയിൽ കൊണ്ടുവന്നാൽ മാത്രമേ അവർക്ക് നമ്മളോടൊരു ഇഷ്ടവും, ഒരു ടീച്ചർ എന്ന് പറയുമ്പം നമ്മുടെ മെമ്മറിയിൽ ഇരിക്കുന്ന ഒരാളും ആവുള്ളൂ. പിന്നെ എന്താ പറയുന്നേ, നമ്മളിപ്പം മിസ് പറഞ്ഞ പോലെ ദേഷ്യപ്പെട്ട് നമ്മളെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നമുക്ക് പേഴ്സണലി ഉള്ള പ്രശ്നങ്ങൾ നമ്മൾ ഒരിക്കലും സ്കൂളിൽ കുട്ടികളോട് കാണിക്കാൻ പാടില്ല. അതാണ് സ്കൂളിലത്തെ ഞാൻ ഇച്ചിരി നാൾ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഈ സ്കൂളിലെ കാര്യം വന്ന് പറഞ്ഞു കേട്ടോ മാം. പിന്നെ നമ്മളുടെ സ്റ്റാഫ് റൂമിലോ അങ്ങനത്തെ ഇതിലെല്ലാം പല രീതിയിലുള്ള പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചോദിച്ചാല് നമ്മളെല്ലാത്തിലും ഒരു സോഫ്റ്റ് അപ്രോച്ച്, ആ ദേഷ്യത്തിനെയൊക്കെ കൺട്രോൾ ചെയ്ത് നമ്മൾ എപ്പോഴും ചില്ലായിട്ട് നിൽക്കണം. അപ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ഈ ക്ലാസ് എടുക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ സ്കൂളിൽ ജോയിൻ ചെയ്ത സമയത്ത് അവിടെ ഒരു കുട്ടിയെ, ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഒരു കുട്ടിയെ ടീച്ചർ എല്ലാ ദിവസവും ബാക്ക് ബെഞ്ച് മീൻസ് പുറത്തേക്ക് നിർത്തിയേക്കുമായിരുന്നു. അപ്പം ഇവന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവൻ എല്ലാ കുട്ടികളുടെയും ഇത് എന്താ നോട്ട്ബുക്ക്, പേനയൊക്കെ കടിച്ച് ഇങ്ങനെ ചെയ്യും, ബുക്കെല്ലാം കീറും. അതുകൊണ്ട് എല്ലാ മിസ്സുമാരും വന്നിട്ട് ഇവനെ എപ്പോഴും ബാക്കിൽ നിർത്തിയേക്കുമായിരുന്നു. അപ്പം ഞാൻ അവിടെ ചെന്ന സമയത്ത് ഞാൻ ഇവനോട് പറഞ്ഞു, നീ എൻ്റെ അടുത്ത് നിന്നോ എന്ന് പറഞ്ഞു. അപ്പം ചെറിയ ക്ലാസ്സിലെ കുട്ടിയാണല്ലോ, അപ്പൊ അവനൊന്നും പഠിക്കത്തൂല കേട്ടോ, ഒരക്ഷരവും പഠിക്കത്തില്ല. അപ്പം നീ എൻ്റെ അടുത്ത് നിന്നോ എന്ന് പറഞ്ഞപ്പോ തന്നെ എന്നോടൊരു ഞാൻ ദേഷ്യപ്പെട്ടില്ല ഒരിക്കലും അവനോട്. അപ്പൊ ഞാൻ വളരെ സ്നേഹത്തോടെ അവനെ ട്രീറ്റ് ചെയ്ത്, അവൻ നന്നായിട്ട് പഠിച്ചു. ഇപ്പോഴും അവൻ ഇപ്പൊ ക്ലാസ്സിൽ ഫസ്റ്റ് ആണ്. എനിക്ക് ഇന്നലെ മിനിഞ്ഞാന്നും കൂടെ അവൻ എനിക്ക് മെസ്സേജ് ചെയ്തു, എനിക്കിപ്പം ഡിസംബർ എക്സാം വരുവാണ് മാം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണോന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അവനെ ആ ഒരു അങ്ങനെ ചെയ്തുകൊണ്ടൊരു സന്തോഷം തോന്നി മാം. ഇനി ആരാണ് ദേഷ്യത്തെ കുറിച്ച് പറയുന്നത്? ദേഷ്യം എന്ന് പറയുന്ന ഫീലിങ്ങിനെ കുറിച്ച് ആരാ പറയണേ? സന. ദേഷ്യം മോനെ എന്താ തോന്നുന്നത്? ദേഷ്യം എന്ന് പറയുന്ന ഫീലിങ്ങിനെ കുറിച്ച് നല്ലതാണോ മോശമാണോ, അതെ എങ്ങനെ പ്രകടിപ്പിക്കണം, അത് ആരോട് കാണിക്കണം? ദേഷ്യം എന്നുള്ള ഫീലിങ്ങിനെ പറ്റി പറയാൻ ഞാൻ നല്ല വ്യക്തിയല്ല ഒന്നാമത്. ഇപ്പൊ നല്ല ദേഷ്യാണ്. ഒന്നാമത് പ്രഗ്നന്റ് ആയതുകൊണ്ടാണോ എന്താ അറിയില്ല, നല്ല ദേഷ്യാണ്. വലിയ മോനോടൊക്കെ ദേഷ്യാണ്. പക്ഷെ അല്ല, ദേഷ്യം വരുമ്പോ പ്രകടിപ്പിക്കും, പിന്നെ അത് ആ ദേഷ്യം വന്നതിന് സങ്കടവും പെടും. ആ ഒരു സിറ്റുവേഷനാണ്. ദേഷ്യം പാടില്ല. മോന് 2 വയസ്സ്. ഞാൻ കാര്യം പറയട്ടെ, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കേട്ടോ ഞാൻ പറയണത്. ഒരിക്കലും മോനോട് ദേഷ്യം കാണിക്കരുത്. അവൻ എന്തെങ്കിലും ചെറിയ ചെക്ക് ചെയ്താൽ പോലും അവനെ നമ്മളെ എന്ത് ചെയ്യരുത്, അധികം ചീത്തയും അതേപോലെ അവനോട് ദേഷ്യം കാണിക്കരുത്. കാരണം എന്താണെന്നറിയാവോ, കുറച്ച് ടൈമും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോൻ ചിലപ്പോ കുഞ്ഞാവിടെ അടുത്തേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോകും. അപ്പൊ അവന് തോന്നുന്ന ഫീലിംഗ് എന്താണെന്നറിയാവോ, അവൻ ഒറ്റപ്പെട്ട പോലത്തെ ഒരു ഫീലിംഗിലേക്ക് അവൻ വരും. ഇപ്പൊ അമ്മയുടെ വയറ്റിലാണ്, അപ്പൊ കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല, അമ്മ അടുത്തുണ്ടല്ലോ. അപ്പൊ അവനിപ്പോ 2.5 വയസ്സേ ആയിട്ടുള്ളൂ. അവന്റെ മനസ്സെന്ന് വെച്ചാൽ ഭയങ്കര ചെറുതാണ്. നമ്മളിപ്പോ പഠിപ്പിക്കുന്ന കുട്ടികളെ പോലത്തെ മൈൻഡാണ്. ഇല്ലേ, അവർക്ക് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിയുമ്പോ, കുഞ്ഞാവയൊക്കെ വന്നു കഴിയുമ്പോ അവൻ എന്ത് വിചാരിക്കും, ഈ കുഞ്ഞാവ വന്നോണ്ട് അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് അമ്മയ്ക്ക് എന്നെ വേണ്ട, അങ്ങനെയൊക്കെയുള്ള ചിന്ത അവന്റെ മനസ്സിന് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ പാരന്റ്സും അതേപോലെ ഹസ്ബൻഡ് ആവട്ടെ, അവനെ കുറച്ച് മാറ്റി നിർത്താനായിട്ട്, മോന്റെ അടുത്ത് നിന്ന് കുറച്ച് മാറ്റി നിർത്താനായിട്ട് അവരെന്ത് ചെയ്യും, കുറച്ച് മുൻകൈയൊക്കെ എടുക്കും, അല്ലെങ്കിൽ കുറച്ച് ട്രൈ ഒക്കെ ചെയ്യും. അപ്പൊ ആ കൊച്ചിന്റെ ഫീലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മയ്ക്ക് ഇപ്പൊ എന്നെ വേണ്ട, കുഞ്ഞാവനെ മതി, കുഞ്ഞാവ് വന്നോണ്ട് അമ്മയ്ക്ക് എന്നെ വേണ്ട എന്നൊക്കെ ചിന്ത വരും. മാക്സിമം അവൻ ഈ സമയത്തില്ലേ, കുറച്ച് ടൈമും കൂടി ഉണ്ടാവില്ല, 7 മാസമോ എത്ര മാസമായി മോനെ? 7 മാസം. 7 മാസമായിട്ടുണ്ട്. അപ്പൊ എടുക്കാനൊന്നും നിൽക്കണ്ട. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാ, ബെഡിലൊക്കെ ഇരുത്തി കൊഞ്ചിക്കുക. മോനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, അവനെ എന്തോരം നേരം സന്തോഷമായിട്ട് എടുക്കാൻ പറ്റും അത്രയും നേരം സന്തോഷമായിട്ട് എടുക്കാം. അമ്മ കുഞ്ഞാവിനെ കൊണ്ട് വരും, അതേപോലെ ഭയങ്കര ഹാപ്പി ആയിട്ട് എടുക്കാൻ നോക്കുക. കാരണം ഇനി അവൻ ഫേസ് ചെയ്യാൻ പോകുന്ന സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എന്താ പറയാ,
വളരെ അവന് അവന്റെ അമ്മനെ കിട്ടണില്ല. ആ ഒരു ഫീലിംഗ് അവന് ഇപ്പൊ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നതാണ്. അപ്പൊ മോൻ എന്ത് ചെയ്യും, രണ്ടുപേരും ഇമ്പോർട്ടന്റ് ആണ്. കുഞ്ഞാവും ഇമ്പോർട്ടന്റ് ആണ്, അതേപോലെ അവനും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവനെ രണ്ടുപേരും തുല്യമായിട്ട് തന്നെ എന്ത് ചെയ്യാ, ട്രീറ്റ് ചെയ്യാം, അതേപോലെ അവനെ കെയർ ചെയ്യാം. ഈ സമയത്ത് ഇനിയിപ്പോ കുറച്ച് ദിവസം കൂടി എന്തായാലും അവന് ഈ ഒരു ഇതിൽ നിൽക്കാൻ പറ്റുള്ളൂ. നല്ല രീതിയിൽ എന്ത് ചെയ്യാം, അവനെ കെയർ ചെയ്യാം, വിഷമിപ്പിക്കൊന്നും ചെയ്യരുത്. കാരണം എന്താന്നാ, എനിക്ക് ഇതേപോലെയായിരുന്നു, അടുത്തായിരുന്നു ഡെലിവറി. അവന്റെ മോക്ക് 2 വയസ്സായപ്പോഴേക്കും രണ്ടാമത്തെ ആളായി. അപ്പൊ ഞാൻ എന്താ ചെയ്യാ, അവളെ എല്ലാവരും കൂടി എന്റെ അടുത്ത് നിന്ന് മാറ്റി. അപ്പൊ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവളെയും കെയർ ചെയ്യാൻ പറ്റണില്ല, അവളെ കെയർ ചെയ്യണില്ല എന്നുള്ള വിഷമം കൊണ്ട് ഈ കുഞ്ഞാവനെ നോക്കാൻ പറ്റില്ല. അപ്പൊ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ ചെറുതിനെ ഉറക്കാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്, അവൾ അവിടെ കിടന്ന് കരയായിരിക്കും. അപ്പൊ അവള് ഞാൻ കെട്ടിപ്പിടിച്ച് ഉറക്കിയാലേ കഥ പറഞ്ഞു കൊടുത്താലേ അവൾ ഉറങ്ങുള്ളായിരുന്നു കേട്ടോ മുമ്പ്. അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവൾ ഉറങ്ങിപ്പോകും. അപ്പൊ ഞാൻ ഒരു മാസത്തോളം എന്റെ വീട്ടിലായിരുന്നു. എനിക്ക് അവിടെ നിന്നിട്ടൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്, ഇവള് ഭക്ഷണം ഞാനാ കൊടുത്തിരുന്നത്, ഇവളുടെ എല്ലാ കാര്യവും കുളിപ്പിക്കണതും റെഡിയാക്കണതൊക്കെ ഞാനായിരുന്നേ. അപ്പൊ കുഞ്ഞാവനെയും കൊണ്ട് ഞാൻ വേഗം ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് വന്നു. പിന്നെ ബാക്കി ഞാൻ ഇവളുടെ കാര്യങ്ങൾ കുറെ പകൽ സമയം ഇവളുടെ ഒപ്പം തന്നെയാണ്, കുഞ്ഞാവന്റെയും ഇവളുടെ ഒപ്പം തന്നെ നിൽക്കും. അപ്പൊ രാത്രി ആവുമ്പോ ഭയങ്കര കരച്ചിലാണ്, കാരണം അവർക്ക് എന്റെ ഒപ്പം കിടക്കണം. അപ്പൊ സമ്മതിക്കൂലല്ല. ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളെ ചെറുതിനെ ഹസ്ബൻഡിന്റെ അടുത്ത് കൊടുക്കും. ഹസ്ബൻഡിനോട് പറയും ഉറക്കണോട്ടാ. എനിക്ക് കൊച്ചിന്റെ ഒപ്പം കുറെ നേരം ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് ഞാൻ അവളെ കംഫർട്ടബിൾ ആക്കി ഉറക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യും, കുറച്ച് നീക്കി കിടത്തും. എന്നിട്ട് എന്റെ അടുത്ത് തന്നെ കിടത്തുള്ളൂ, കാരണം ഞാൻ മാറ്റിയൊന്നും കിടത്തില്ല. കാരണം അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു ആ സമയത്ത്, ഭയങ്കര പേടിയും. രാത്രി ഞെട്ടി എഴുന്നേറ്റ് കരച്ചിലൊക്കെ വന്ന്. അപ്പൊ മാറ്റിയൊക്കെ കിടത്തി കഴിഞ്ഞപ്പോ ആള് ചെറുതാണ്, 2 വയസ്സെന്നൊക്കെ പറയുമ്പോ തീരെ ചെറുതല്ലേ. അപ്പൊ രാത്രി കരച്ചിലൊക്കെ ഭയങ്കര പ്രശ്നമായി. അപ്പൊ അവർക്ക് ഭയമുണ്ട്, ഞാൻ ഉണ്ടാവില്ലേ, കുറെ നാളെ ഉണ്ടായിരുന്നില്ലല്ലോ അവളുടെ ഒപ്പം, ഞാൻ എവിടെയെങ്കിലും പോവോ അല്ലെങ്കിൽ അവളെ വിട്ടിട്ട് പോകുമോ എന്നുള്ള ഒരു ഭയമൊക്കെ എന്നുള്ള മനസ്സിലാവും. അപ്പൊ ഞാൻ അത് മാറ്റിയെടുക്കാൻ വേണ്ടി കുറെ ട്രൈ ചെയ്ത് അത് മാറ്റിയെടുത്തത് കുറച്ച് നാളായിട്ടുള്ളൂ. ഇപ്പൊ അവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ കരച്ചിലോ അങ്ങനെ രാത്രി ഞെട്ടി എഴുന്നേക്കലോ പേടിക്കലോ അങ്ങനെ ഒന്നുമില്ല. അത് ഭയങ്കര പ്രശ്നമായിരുന്നു ചെറുപ്പത്തില്. ഞാൻ കുറെ നാൾക്ക് മുമ്പ് ഫേസ് ചെയ്തൊരു പ്രശ്നമാണത്. അപ്പൊ നമ്മള് 2 കൂട്ടരെയും ഒരേപോലെ കെയർ ചെയ്യണം കേട്ടാ. കേട്ടാ? കേട്ടു മാം, ശരിയാണ്. അതൊക്കെ അറിയാം, പക്ഷെ അങ്ങനെ വന്ന് പോവും. പിന്നെ ഇവനക്കാണെങ്കിൽ ഞാൻ തന്നെ വേണമെന്നൊന്നുമില്ല. ഇപ്പൊ 2 days ആയിട്ട് എന്റെ വീട്ടിൽ അവൻ ഒറ്റക്ക് പോയി നിന്നത്. 2 വയസ്സായിട്ടുള്ളൂ. പക്ഷെ അങ്ങനെ ഞാൻ തന്നെ വേണം അങ്ങനെയൊന്നുമില്ല അവനക്ക്. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി കഴിയുമ്പോ അങ്ങനെ വരും. എന്ന് വെച്ചാല് ഇപ്പൊ എന്താ പറയാ, ബാബയും കൂടി വന്നു കഴിയുമ്പോ ആ ഒരു വാശി ചിലപ്പോ വരും. കാരണം കൊച്ചിനും അവർക്കും ഉണ്ടായിരുന്നില്ല, ഞാൻ തന്നെ വേണമെന്നുണ്ടായിരുന്നില്ല. എന്റെ വീട്ടിൽ പോയി നിൽക്കുമായിരുന്നു, രാത്രിയൊക്കെ ഒരു ദിവസം നിന്നിട്ടൊക്കെ വരും. പക്ഷെ അതൊന്നും പ്രശ്നമില്ല. പിന്നെ ഈ ഒരു ഞാൻ വന്നതിന് ശേഷമാണ് ഈ ഒരു മാറ്റം ഞാൻ കണ്ടു തുടങ്ങിയത് അവളില്. അത് ഞാൻ കണ്ടെനിക്കത് നേരത്തെ മനസ്സിലായി. അത് ഞാൻ കുറെയൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ആള് രണ്ടുപേരും കൂടി ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് ഉറങ്ങിക്കോളൂ. അവൾ മതി ഇപ്പൊ അവൾക്ക്. അപ്പൊ ആ ഒരു പ്രശ്നമില്ല. ഇല്ലെങ്കിൽ അവർക്ക് ചെറുപ്പത്തിൽ അവനോട് ദേഷ്യം വന്നു തുടങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മള് അവർ നല്ല രീതിയിൽ കെയർ ചെയ്യാം. അതേപോലെ തന്നെ ഹസ്ബൻഡിനോട് പറയാം, ഞാനിപ്പോ കുഞ്ഞാവനെ ശ്രദ്ധിക്കുമ്പോ മോൻ എന്ത് ചെയ്യാം, ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് മോനെ ശ്രദ്ധിക്കണം, കൂടുതലായിട്ട് കെയർ ചെയ്യണം. ആ കെയർ ചെയ്യുമ്പോ നമ്മള് കെയർ ചെയ്യണ പോലെ കെയർ ചെയ്യാം. മിഠായും ചോക്ലേറ്റും അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയല്ല കെയറിംഗ് എന്ന് പറയുന്നത്. അവന്റെ ഒപ്പം കളിക്കാനും അവനോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനും കുറച്ച് സമയം മാറ്റി വെച്ചാൽ മതി. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. കേട്ടാ? ശരി ശരി. അല്ല അങ്ങനത്തെ ഇപ്പൊ ചെയ്യല്. ഞാൻ എന്തെങ്കിലും ബിസി ആണെങ്കിൽ അവനെ കാത്തിനെ നോക്കാം. ഓക്കേടാ, ഞാൻ പറഞ്ഞോന്നുള്ളൂ. കാരണം ഞാൻ ഫേസ് ചെയ്താണ് ആ പ്രശ്നം. അവൾക്ക് ഭയങ്കര ഭയമായിരുന്നു. കുറെ നാള് പേടിച്ച് രാത്രി ഞെട്ടി എഴുന്നേറ്റ് കുറെ നേരം ഇരുന്ന് കരയും. അമ്മ പോവരുത്, അമ്മ പോവരുത്, പോവല്ലേ, എന്നെ വിട്ടിട്ട് പോലെ എന്നൊക്കെ പറഞ്ഞ് കരയും. അപ്പൊ എനിക്ക് അത് ഫീൽ ചെയ്തതാണ്, ഞാനൊന്ന് അനുഭവിച്ചതാണ്. അപ്പൊ അതൊന്നും എനിക്കറിയാം. അപ്പൊ അങ്ങനെ പറഞ്ഞെന്നല്ല കേട്ടാടാ, ഞാൻ പറഞ്ഞതാണത്. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടാ. അവനെ ശ്രദ്ധിക്കണം, 2 പേരും ശ്രദ്ധിക്കണം കേട്ടാ. ശരി ശരി. ഓക്കെ. ഈ സമയത്ത് ഉണ്ടാവും ദേഷ്യമൊക്കെ ഉണ്ടാവും. നമുക്ക് എന്തിനോട് ദേഷ്യമൊക്കെ തോന്നും. അത് ഇതിന്റെ ഭാഗമാണ്. ദേഷ്യം എല്ലാവരും ഇല്ലായിരുന്നു ഞാന്, പക്ഷെ ഇപ്പൊ അങ്ങനെയായി. എനിക്ക് സങ്കടമായിരുന്നു തോന്നിയിരുന്നത് ഈ സമയത്ത്. എനിക്ക് ഭയങ്കര വിഷമമാണ്. എന്തിനാന്ന് അറിഞ്ഞൂടെ, ഭയങ്കരമായിട്ട് സങ്കടം തോന്നും. ഈ സങ്കടം പറഞ്ഞില്ലല്ലോ അല്ലേ, നമ്മുടെ ഫീലിങ്സിൽ പറഞ്ഞില്ല. ഭയങ്കര സങ്കടമായിരുന്നു, ഭയങ്കര വിഷമമായിരുന്നു. അയ്യോ, ആദ്യത്തെ ഡെലിവറിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. ഒരുപാട് ഫുഡൊക്കെ കഴിക്കും. അതവരുടെ ഷുഗർ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
രണ്ടാമത്തേന് ഫുഡൊന്നും കഴിക്കില്ല, ഭയങ്കര സങ്കടമായിരുന്നു, ഭയങ്കര വിഷമം മൂടിയായിട്ടിരിക്കുള്ളായിരുന്നു. ഓരോ ടൈമിലത്തെ ഫീലിങ്സ് ആണ്. ഇനി നമ്മ പറഞ്ഞുകൊണ്ടിരുന്ന ഏതാണ്, ആങ്കർ എന്ന് പറയുന്ന ഫീലിംഗ് ആണ്, ദേഷ്യം, കോപം അങ്ങനെയൊക്കെ പറയും. There are many circumstances in everyday life for issue of anger. നമുക്ക് ദേഷ്യം വരുത്തുന്ന ഒരുപാട് സർക്കംസ്റ്റാൻസസ് നമ്മുടെ ഡെയിലി ലൈഫിൽ കടന്നു പോകുന്നുണ്ട്. കോസസ് ഓഫ് ആങ്കർ വേരിഡ് ആൻഡ് ഇന്നംബറബിൾ. അത് മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ദേഷ്യം വരാനുള്ള സാഹചര്യം എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് ദേഷ്യം വരും. ഞാൻ പറഞ്ഞു, ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. ഇല്ല ഇല്ല മിസ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയണതാ, എനിക്ക് ഏറ്റവും ദേഷ്യം വന്ന കാര്യം എന്താണെന്നറിയാവോ, മൂത്ത ആള് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പൗഡറിന്റെ ടിന്ന് കൊട്ടും. എവിടെ, ബെഡിൽ കൊട്ടിയിട്ട് അതും വെച്ച് കളിക്കും. ഒരു ടിന്നാണ് കൊട്ടുന്നത് ഒരു പ്രാവശ്യം. അപ്പം എപ്പൊ അത് വാങ്ങിച്ച് പുതിയത് വാങ്ങിച്ച് ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അതവിടെ കൊട്ടി അവിടെ മൊത്തം പൗഡർ ആക്കും. സെക്ഷന്റെ സമയം പറഞ്ഞായിരുന്നു മാം. ഇത് പറഞ്ഞായിരുന്നു സോറി, സെക്ഷന്റെ സമയം. ഓക്കെ അത് പറഞ്ഞു. അപ്പൊ എന്താണ്, അപ്പൊ ദേഷ്യം വരും. പക്ഷെ ഞാൻ എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്തിട്ട് അവളോട് ദേഷ്യം പ്രകടിപ്പിക്കുക. കാരണം എന്താണ്, ഒന്ന് ചീത്ത പറഞ്ഞാൽ അപ്പൊ അങ്ങോട്ട് പിങ്ങി പൊട്ടിയാണ്ട് കരയും. അപ്പൊ എന്താണ്, നമുക്ക് ഒരുപാട് കാരണങ്ങൾ എല്ലാം അവിടുത്തെ ഉള്ള കുട്ടികളെ ഇങ്ങനെയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് എന്താ പറയുക, ദേഷ്യം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ പക്ഷെ നമ്മളത് എന്താണ്, കൺട്രോൾ ചെയ്യണം. നമ്മുടെ മെച്യൂരിറ്റി അതിൽ മനസ്സിലാക്കേണ്ടതാണ്. കുട്ടികൾ ചെറുതാണ്, അവർക്ക് മെച്യൂരിറ്റി ഒന്നും ഇല്ല. പക്ഷെ നമ്മള് പ്രായമായവരല്ലേ, നമ്മള് ഇത്തിരി മെച്യൂരിറ്റി ഒക്കെ കാണിക്കണം. അവര് ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ദേഷ്യപ്പെടാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവര് നമ്മൾ എന്താ വ്യത്യാസമുള്ളത്. നമ്മൾ എന്തെങ്കിലും കുറച്ച് മെച്യൂർഡ് ആയിട്ട് പെരുമാറണം. അവരെ പെട്ടെന്ന് ചീത്തയൊന്നും പറയാൻ പാടില്ല, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ഞാൻ എന്താ പറയുന്നറിയോ, ഇത് ആര് വാങ്ങിച്ചരും, എന്റെ പൈസ ഉണ്ടാ, വാങ്ങിക്കാൻ പൈസ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറയുള്ളൂ. പറയുമ്പോ തന്നെ വീങ്ങിപ്പോട്ടോ, അപ്പൊ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയും, കുഴപ്പമില്ല, പിള്ളേരല്ല, അങ്ങനെ കളിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞൊന്ന് സമാധാനക്കാക്കി എടുക്കും. സം ഓഫ് ദം മേ റിജക്ഷൻ ഓഫ് ദ ചൈൽഡ് വിഷ്. ചില കാര്യങ്ങൾ, കുട്ടികളുടെ ദേഷ്യം വരാനുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമ്മൾ റിജക്ട് ചെയ്യും, വേണ്ട അത് ചെയ്യണ്ട എന്ന് പറയും. അപ്പൊ പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരും. ചിലപ്പോ അവർ എന്താണ് ആ പാത്രം എടുത്താണ്ട് വലിച്ചെറിയും. ചെറിയ കുട്ടികളാണെങ്കിൽ പോലും ഇപ്പൊ കാണിച്ചു തുടങ്ങിയിരിക്കുന്ന ശീലങ്ങളാണ്. ദേഷ്യം കാണിക്കുന്നു, എന്നാൽ നമ്മുടെ എന്തെങ്കിലും തിങ്സ് ഒക്കെ എടുത്ത് വലിച്ചെറിയ, അങ്ങനെ ദേഷ്യം കാണിക്കും. അപ്പൊ കുട്ടികളോട് റിജക്ട് ചെയ്യണ്ട, നേരിട്ട് അത് റിജക്ട് ചെയ്യാതെ കാര്യങ്ങൾ പതുക്കെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്നാ ഓക്കെ മോനെ, ഞാൻ എന്നാ ഇത് കഴിഞ്ഞിട്ട് മോനെ കൂടെ വന്ന് കളിക്കാം. അപ്പൊ തന്നെ പറയും, എന്റെ ഒപ്പം കളിക്കണം എന്നൊക്കെ വാശി പിടിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ചില കാര്യങ്ങൾ അവർ വാശി പിടിക്കും. കുഞ്ഞു പിള്ളേരല്ലേ, കുറച്ച് നാളല്ലേ നമ്മുടെ ഒപ്പം ഉണ്ടാവുള്ളൂ. അവർ വലുതായി കഴിഞ്ഞ് പഠിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേപോലത്തെ ചെറിയ കാര്യവും പറഞ്ഞ് നമ്മുടെ അടുത്ത് വയറ്റില്ല അവര്. ഇപ്പന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെയാണ്, അവരുടെ എല്ലാ കാര്യവും പറഞ്ഞ് നമ്മുടെ അടുത്ത് നമ്മുടെ പുറകേക്ക് വിടും. പക്ഷെ വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അവർ പഠിക്കാനായിട്ട് വലിയ വലിയ ക്ലാസ്സിലേക്ക് പോകും. അവരവരുടെ ബിസി ലൈഫിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ചെറിയ ചൈൽഡ് വിഷയമൊന്നും ഉണ്ടാവില്ല അവർക്ക്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കുക. ഡിഫിക്കൽട്ട് അസസ്മെന്റ് ബിയോണ്ട് ഹിസ് എബിലിറ്റി ആൻഡ് സം ജോബ്സ്, ട്രൈസ് ഓഫ് സം ജോബ്സ്. ചില കാര്യങ്ങൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാനായിട്ട് പറ്റില്ല. അതൊന്നും നിർബന്ധിച്ച് അവരെ കൊണ്ട് എന്ത് ചെയ്യരുത്, ചെയ്യിക്കരുത്. ചില ലെസൺസ് ഒന്നും അവർക്ക് കുട്ടികൾക്ക് ഇഷ്ടാവില്ല. അപ്പൊ അൺഇൻട്രസ്റ്റിംഗ് ലെസൺസ്, ചില കുട്ടികൾ വാശി കാണിക്കും. മാത്സ് ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞു കുട്ടികളാണെങ്കിൽ പോലും മാത്സ് ഒക്കെ പഠിപ്പിക്കുന്ന സമയത്തില്ലേ, മൾട്ടിപ്ലിക്കേഷൻ അല്ല എന്താണ് അഡീഷണൽ സബ്സ്ട്രാക്ഷനും ഇഷ്ടമാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷന്റെ ഒക്കെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും കുട്ടികൾക്ക് ഭയങ്കര എന്താ പറയാ, അൺഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ലെസൺസ് ആണ്. ഭയങ്കര പാടാണ് ചെറിയ കുട്ടികളെ മാത്സ് പഠിപ്പിക്കാനായിട്ട്. എന്നുവെച്ചാൽ ഭയങ്കര ടൈം എടുത്തായിരിക്കും ഓരോരുത്തരും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് ഒക്കെ പഠിച്ച് അത് ചെയ്തു വരാന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. അപ്പൊ ആ സമയത്ത് അവർക്ക് മാത്സിനോട് ഭയങ്കര വെറുപ്പ് വരും, അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിനോട് ഭയങ്കര വെറുപ്പായിരിക്കും, ആ ലെസണിനോട് ഭയങ്കര വെറുപ്പായിരിക്കും അവർ കാണിക്കുന്നത്. നെക്സ്റ്റ് പറയണത് ഇന്റർഫിയറൻസ് വിത്ത് സെറ്റ് ഹാബിറ്റ്സ്. അവരുടെ എന്തെങ്കിലും ഹാബിറ്റ്സിൽ നമ്മൾ ഇന്റർഫിയർ ചെയ്യുകയാണെങ്കിൽ, അവർ ശീലിച്ചു വന്നിട്ടുള്ള ശീലം ഇന്റർഫിയർ ചെയ്യുകയാണെങ്കിൽ, റിയൽ ഓർ ഇമാജിനറി ഫേവറേറ്റിസം ഓൺ ദ പാർട്ട് ഓഫ് ദ പാരന്റ് ഓർ ടീച്ചേഴ്സ്. ചിലപ്പോൾ റിയൽ ആയിട്ട് നമ്മൾ പാരന്റ്സ് എന്ത് ചെയ്യുമെന്ന് അറിയാമോ, മൂത്ത കുട്ടികളോട് അല്ലെങ്കിൽ ഇളയ കുട്ടികളോട് കുറച്ചുകൂടി കെയർ, ഫേവറേറ്റിസം കാണിക്കും. ഈ അമ്മമാരുടെ പ്രശ്നം ഉണ്ടാവും. ആ മക്കളുള്ള അമ്മമാരാണ് മെയിനായിട്ട്. ഇളയ കൊച്ച് ആൺകൊച്ചാണെങ്കിൽ തീർന്ന്, അമ്മയ്ക്ക് വേറെ ഒരു കാര്യവും നോക്കില്ല. അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടായിരിക്കും, ഈ ഇളയ കൊച്ചിനോടായിരിക്കും. അതൊരു ഫേവറേറ്റിസം ആണ്. അതേപോലെ ടീച്ചേഴ്സിന്റെ പാരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു എന്തുണ്ട്, ഫേവറേറ്റിസം കാണിക്കുന്നതും. അതേപോലെ തന്നെ ടീച്ചേഴ്സ് ആണെങ്കിൽ ഇപ്പൊ എന്റെ മോള് പഠിക്കുന്ന
സ്കൂളിലെ ടീച്ചറിന് ടീച്ചറിന് രണ്ട് ആൺപിള്ളേരാണ്. ആൺപിള്ളേരായതുകൊണ്ട് ടീച്ചേഴ്സിന് പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഉള്ള എല്ലാ പെൺകുട്ടികളെയും ഭയങ്കര ഇഷ്ടമാണ്. അത് നോർമലാണ്. നമുക്കിപ്പോ ആൺകുട്ടികളാണെങ്കിൽ നമുക്ക് പെൺകുട്ടികളോട് ഭയങ്കര താല്പര്യം ഇരിക്കും, ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ അത് അവിടുത്തെ പിള്ളേര് പറയും ടീച്ചർക്ക് അല്ലെങ്കിലും പെൺപിള്ളേരെന്നെ ഇഷ്ടം, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറയും. അതെന്തുകൊണ്ടാണ്? ചില ടീച്ചർമാർ അതിനെ കാണിക്കാറുണ്ട്. അത് നല്ല ഒരു വിധത്തിൽ പറയാൻ നല്ലതാണ്. എന്നിരുന്നാൽ പോലും ബാക്കി കുട്ടികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് ഒരു ഇമാജിനറി ആയിട്ടുള്ള ഫേവറിറ്റിസം ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യും. അപ്പൊ നമ്മളത് ഒഴിവാക്കാനായിട്ട് കുട്ടികളെ കാണിക്കാതെ ഒഴിവാക്കാൻ നോക്കാം. അറ്റാക്ക് ഓൺ സെൽഫ് റെസ്പെക്ട്. അവർ സെൽഫ് റെസ്പെക്ടിനെതിരെയുള്ള അറ്റാക്കുകൾ, ഫിസിക്കൽ ഇൽനെസ്, പിന്നെ ഹങ്കർ, ഇതെല്ലാം ചെറിയ കുട്ടികളില്ലേ ദേഷ്യം കാണിക്കും. എന്റെ മോളുടെ കാര്യം ഞാൻ വീണ്ടും പറയണേ. അവള് ദേഷ്യം കാണിക്കും. ഒരു സമയം അവളെ ഫുഡ് കഴിക്കുന്ന സമയം കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കിട്ടിയില്ലെങ്കിൽ അവള് പിന്നെ കാണിക്കുന്ന ദേഷ്യമാണ്. അവള് പറഞ്ഞ ഫുഡ് നമ്മളൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടവര്. അത്രയും വാശിയും അത്രയും കുറുമ്പും കാണിക്കും നമ്മുടെ അടുത്ത്. അത് അവൾ ആ സമയത്ത് വിശക്കുന്ന സമയത്ത് എന്ത് ഭക്ഷണം കിട്ടിയാലും അവള് കഴിക്കും. നോർമലാണ്, സാധാരണ പോലെയാണ്. കുറച്ചും കൂടി വൈകി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവള് ചോദിക്കാൻ നമ്മൾ വാങ്ങിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. ഭയങ്കര പിടിവാശിയാണ്. ഭയങ്കര പിടിവാശിയൊക്കെ കാണിച്ചാലേ. It should be noted that planning lesson should be considered children's interest. നമ്മൾ കുട്ടികളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമ്മുടെ ലെസൺസ് പ്ലാൻ ചെയ്യാം. നിങ്ങൾ കുറച്ചാൾ കഴിയുമ്പോൾ ടീച്ചേഴ്സ് പ്രാക്ടീസിനൊക്കെ പോകുമ്പോ ടീച്ചേഴ്സ് നോട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ലെസൺസ് ഒക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യാം. ചിലപ്പോൾ മോണ്ടിസോറി പഠിപ്പിക്കണോണ്ട് നമ്മളോട് തന്നെ നമ്മൾ എന്ത് ചെയ്യും പറയും, പ്ലാൻ ചെയ്തിട്ട് പഠിപ്പിക്കാനൊക്കെ പറയുന്നുണ്ട്. നമ്മൾ നമ്മുടെ രീതിയിൽ ഒരു പ്ലാൻ ഒക്കെ കൺസിഡർ ചെയ്ത് കുട്ടികളുടെ ഇൻട്രസ്റ്റ് കൂടി കൺസിഡർ ചെയ്തിട്ട് അതെന്ത് ചെയ്യുക, അതൊക്കെ നോക്കിയിട്ട് വേണം പ്ലാനിങ് ലെസൺസ് ഒക്കെ തീരുമാനിക്കാൻ. സ്പാൻ ഓഫ് അറ്റൻഷൻ കിട്ടായ്മ കുട്ടികളെ ദേഷ്യം പ്രകടിപ്പിക്കാനുള്ള ഒരു കാരണമാവും. ആൻഡ് the ability level in order to avoid resistance. അപ്പൊ കുട്ടികളുടെ ഈ റെസിസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി ലെവല് അത് അവോയ്ഡ് ചെയ്യും, റെസിസ്റ്റൻസ് അവോയ്ഡ് ചെയ്യും. Firms put impartial teachers do a better job. അപ്പൊ ടീച്ചർ നമ്മളെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സ്ഥാപനം ടീച്ചേഴ്സിന് എന്തെടുക്കരുത്, വേർതിരിവ് കാണിക്കുന്നത് ടീച്ചേഴ്സിന്റെ ഇഷ്ടം അനുസരിച്ച് എന്താണോ ആ ജോബ് എങ്ങനെയാണോ ടീച്ചർക്ക് മനോഹരമായിട്ട് അത് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ ചെയ്തോളാനായിട്ട് കൊടുക്കാം. Discrimination is resisted mostly by the children as is adult. നമ്മൾ ഡിസ്ക്രിമിനേഷൻ കാണിക്കാൻ പാടില്ല. അത് കുട്ടികളിൽ ഭയങ്കരമായിട്ടൊരു മെന്റൽ ഫീലിംഗ് കൊണ്ടുവരും. കാരണം നമ്മൾ ഡിസ്ക്രിമിനേഷൻ കുട്ടികൾക്ക് കാണിക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു ഫീലിംഗ് എന്നും അവർ മനസ്സിൽ കിടക്കും. Both the father and the parent can help the child in develop a healthy philosophy of the life, providing them with the knowledge of different ideas and value system through useful discussions and regarding on the problems that arise by him. അപ്പോൾ നല്ല ടീച്ചേഴ്സിനും അതേപോലെ തന്നെ നല്ല പാരന്റ്സിനും കുട്ടികളുടെ ഫിലോസഫി ഡെവലപ്പ് ചെയ്യുന്നതിന് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടും അവരുടെ നോളജും അവരുടെ ഐഡിയാസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനും കുറെ കാര്യങ്ങൾ നമുക്ക് ടീച്ചേഴ്സിനും പാരന്റ്സിനും ചെയ്യാൻ പറ്റും. അവരോട് ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, ഓരോ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ അവർക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ടീച്ചേഴ്സിനും പാരന്റ്സിനും പറ്റും. Both must help the child develop healthy pre-age relationship and friendship. അപ്പൊ pre-age റിലേഷൻഷിപ്പും ഫ്രണ്ട്ഷിപ്പും ഡെവലപ്പ് ചെയ്യാനായിട്ട് ടീച്ചേഴ്സും പാരന്റ്സും ഹെൽപ്പ് ചെയ്യണം, നല്ലതായിരിക്കും. The children who get affection and encouragement develop a good personality. നല്ല അഫെക്ഷനും നല്ല എൻകറേജ് ഒക്കെ കിട്ടുന്ന കുട്ടികളാണെങ്കിൽ നല്ലൊരു വ്യക്തിയായിട്ട് ഭാവിയിലേക്ക് വളർന്നു വരാനായിട്ട് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യുമെന്നാ പറയണത്. ഇത്രയുമാണ് ദേഷ്യത്തിന്റെ കാര്യത്തിൽ പറയണത്. ഒന്നെല്ലാവരും വായിച്ചു നോക്കുക കേട്ടോ, എങ്ങനെയാണ് ദേഷ്യം വായിച്ചു നോക്കിയേ.
കഴിഞ്ഞു മിസ്. ഒരു മിനിറ്റ് കേട്ടോ, എന്റെ പോയി. പ്രസന്റ് ചെയ്തോണ്ടിരുന്നത് മാറിപ്പോയി ടാസ്കിലെ. വായിച്ചു എല്ലാവരും. നമ്മളിപ്പോ എത്ര ഫീലിംഗ്സിനെ കുറിച്ചാ പറഞ്ഞത്? ഏതൊക്കെ ഫീലിംഗ്സിനെ കുറിച്ചാ പറഞ്ഞത്? ഫിയർ പറഞ്ഞു, ആങ്കർ പറഞ്ഞു, അഫെക്ഷൻ പറഞ്ഞു, അഫെക്ഷൻ, ഹ്യൂമർ. നമ്മൾ 5 ഫീലിംഗ്സിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോണത് സോഷ്യൽ ഇമോഷണൽ നീഡ് ഓഫ് ദ ചൈൽഡ് ആണ് പറയുന്നത്. സോഷ്യൽ ഇമോഷണൽ നീഡ് ഓഫ് ദ ചൈൽഡ് കേട്ടോ. അപ്പൊ ഇതില് നമുക്ക് അറിയാത്തൊരു ഫീലിംഗ് ആയിരുന്നു എന്ത്? ലവ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ലവ് എന്ന് പറയുന്നത്. നമ്മളത് കുട്ടികളോട് എന്ത് ചെയ്യണം? പ്രകടിപ്പിക്കുക തന്നെ വേണം. എന്നാൽ മാത്രമേ അവർ സെക്യൂർഡ് ആവുള്ളൂ. നമ്മളിപ്പോ ഒരുപാട് ന്യൂസുകൾ കേട്ടിട്ടില്ലേ? ചില കുട്ടികള് അവർക്ക് നേരെയുള്ള സെക്ഷൽ ഹറാസ്മെന്റിന്റെ കാര്യങ്ങൾ വീട്ടില് പാരന്റ്സിനോട് പറയാതെ മറച്ചു വെക്കുന്നതായിട്ട്. അതെന്തുകൊണ്ടാണ്? അത് ചിലപ്പോ അവർക്കത് പറയാനുള്ള ഭയം കൊണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞ ഫിയർ. പാരന്റ്സ് പറഞ്ഞാൽ അതെങ്ങനെ എടുക്കും? നല്ലൊരു പാരന്റ്സ് ആണ്, നല്ല കെയറിങ്, നല്ല ലവിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നല്ല പാരന്റ്സ് ആണെങ്കിൽ ആ കുട്ടികൾ അവിടെ സെക്യൂരിറ്റി ഫീൽ ചെയ്യും. അപ്പൊ അവരെന്ത് ചെയ്യും? എല്ലാ കാര്യങ്ങളും കുട്ടികൾ എന്ത് ചെയ്യും? പാരന്റ്സിനോട് തുറന്നു പറയും. എന്തൊരു ചെറിയ കാര്യമാണെങ്കിൽ പോലും എന്ത് ചെയ്യും? കുട്ടികളത് തുറന്നു പറയും പാരന്റ്സിനോട്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഫാക്ടേഴ്സ് ആണ്. മെന്റലി റിലേറ്റഡ് ആണ്, നമ്മുടെ ഇമോഷണലി റിലേറ്റഡ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് ഇത് ലവ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. These are the main 2 factors which contribute to healthy growth of the mind. ആ കുട്ടിയുടെ മൈൻഡിനെ സംബന്ധിച്ച് ഏറ്റവും നന്നായിട്ട് വളരണമെങ്കിൽ എന്താണ്? ഈ ലവും എന്നും വേണം, സെക്യൂരിറ്റിയും അവർക്ക് ഫീൽ ചെയ്യണം. It is necessary for the child to have the feeling of being wanted and required by others, a self-feeling that he and she is certain place in the family and society. അപ്പൊ അവർക്ക് തോന്നണം അവരെന്താണ്, അവരെ നമുക്ക് വേണം, നമ്മുടെ മക്കളാണ്, നമ്മുടെ കുട്ടികളാണ്, നമ്മൾക്ക് അവരെ വേണം എന്നൊരു ഫീലിംഗ് എന്ത് ചെയ്യണം? നമുക്ക് തോന്നണം. അതേപോലെ തന്നെ എന്തും കൂടി തോന്നണം? ബീങ് വാണ്ടഡ് ബൈ അതേഴ്സ്, റിക്വയർഡ് ബൈ അതേഴ്സ്. നമുക്ക് അവരെ ആവശ്യമുണ്ട്. അതേപോലെ തന്നെ സേഫ് ആണ്. അവർ നമ്മൾ ഏറ്റവും സേഫ് ആണെന്ന് വിചാരിക്കുന്ന സ്ഥലം എവിടെയാണ്? നമ്മുടെ ഫാമിലിയാണ്. നമ്മുടെ ഫാമിലിക്ക് എന്തൊരു പ്രശ്നത്തിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ആരുണ്ട്? അവരുടെ പാരന്റ്സ് ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് അവരിൽ എന്ത് ചെയ്യാം? ഡെവലപ്പ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഫാമിലിയിൽ ഒരു സർട്ടൻ പ്ലേസ് ഉണ്ട്, നമ്മുടെ സൊസൈറ്റിയിലും ഫാമിലിയിൽ സർട്ടൻ പ്ലേസ് ഉണ്ടെന്ന് ഉറപ്പ് കൊടുക്കാം. നമ്മുടെ ഫാമിലിയിൽ മൂത്തൊരു കുട്ടിയായിട്ട് ജനിക്കുകയാണെങ്കിൽ, മൂത്തൊരു കുട്ടി, ഒരു പെങ്കൊച്ചാണെന്ന് വിചാരിക്കും. ആ പെങ്കൊച്ചായിട്ടാണ് ആദ്യത്തെ കുട്ടിയാണ് അവളെങ്കിൽ ആ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനും അവളെ ഭയങ്കര ഇഷ്ടമായിരിക്കൂലേ? ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര കെയറിങ് ആയിരിക്കും ആ വീട്ടില്. ഇപ്പൊ എന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എന്റെ മോള് എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലിയില് ആകെ ഉള്ള ഒരു പെങ്കൊച്ചാണ്. ഹസ്ബൻഡ് തമിഴരാണ്. അപ്പൊ ആദ്യത്തെ പെങ്കൊച്ചാണ് അവളെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടം, ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും എന്താ പറയാ ഭയങ്കര സ്നേഹമാണ്. കാരണം ആദ്യമായിട്ട് വന്ന കൊച്ചായതും പിന്നെ എന്താ പറയാ ഭയങ്കര കെയറിങ്ങും. എല്ലാവരും മിഠായും ചോക്ലേറ്റും എല്ലാ സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. അപ്പൊ ഭയങ്കര കെയറിങ് ആണ്. അത് കെയറിങ് കൂടുന്നതും പ്രശ്നമുണ്ട്, ഭയങ്കര പ്രശ്നമുണ്ട്. കാരണം ഈ ചോക്ലേറ്റ് ഒക്കെ തിന്നിട്ട് അവർക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരും. അപ്പൊ ഈ കെയറിങ് കാണിക്കുന്നുണ്ട്. ആ ഫാമിലിയിൽ ഒരു സർട്ടൻ പ്ലേസ് അവർക്കുണ്ട്. എന്ന് വെച്ചാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലേസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടേ നമുക്കുള്ളൂ പ്ലേസ്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഭയങ്കര പുന്നാരം കൂടുതല, ഭയങ്കര കെയറിങ് ആണ്. കാരണം ഗ്രാൻഡ് പാരന്റ്സ് ആയാലും ആണല്ലേ. അപ്പം എൻജോയ് ചെയ്തിട്ടുണ്ടാവും, അത്രയും എൻജോയ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾ ഇല്ലാത്ത ഫാമിലിയിലേക്ക് ഒരു പെൺകൊച്ചു വരുമ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കെയറിങ് ആയിരിക്കും. എന്നെ പൊന്നോ, നമുക്ക് അസൂയ തോന്നും. എന്താണ് ഭയങ്കര കെയറിങ്. ആൾക്കറിയാൻ പാടില്ല. കാരണം നിങ്ങൾ എന്നെ വഴക്ക് പറയും. ശരിക്കും പറഞ്ഞാൽ ആളിപ്പോ വലുതായതിനു ശേഷം ഇത്തിരി മുതലെടുക്കുന്നുണ്ട്. കാരണം
കരയുമ്പോഴൊക്കെ ഞാൻ ഒന്ന് ചീത്തയൊക്കെ പറഞ്ഞ കരയണമെങ്കിൽ അമ്മ ചീത്ത പറയുന്ന പറയുമ്പോ എല്ലാവരോടും പോയി പറഞ്ഞു കൊടുക്കും. അമ്മ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നെ എല്ലാവരും വന്ന് ചീത്ത പറയിപ്പിക്കും. ഇത്തിരി കുറുമ്പ് കൂടുതലാണ് ആൾക്ക്. ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോണേണ്. അപ്പം നമ്മുടെ ഫാമിലിയില് എന്താണ് ഒരു സെർട്ടൻ പ്ലേസ് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ട് എന്നുള്ളത് അവർക്ക് ഉറപ്പ് കൊടുക്കണം. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് പാരന്റ്സ് ആൻഡ് ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് on the part of parents and teachers together with a proper guidance whenever required. നമ്മൾ എപ്പോഴും കുട്ടികളോട് സ്ട്രിക്റ്റ് ആയിട്ട് പെരുമാറുന്ന പാരന്റ്സ് ആവാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഫ്രണ്ട്ലി ആയിട്ട് വേണം പാരന്റ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും നമ്മളായാലും കുട്ടികളോട് എന്ത് ചെയ്യാനായിട്ട് പെരുമാറാനായിട്ട്. നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണം, അങ്ങനെ ഒരു ഇറിറ്റേറ്റ് ചെയ്യുന്ന ടീച്ചർ ആവരുന്നിട്ട് നിങ്ങൾ ഓരോരുത്തരും. അവരോട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന, അവരുടെ ഒപ്പം എല്ലാ ആക്ടിവിറ്റീസിലും എൻഗേജ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്ന, അവരെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കണം. ബാക്കി എല്ലാ കാര്യത്തിലും ഇങ്ങനെ ആക്റ്റീവായിട്ടിരിക്കുക, കളിക്കുക, ഗെയിംസ്, അതേപോലെ പ്ലേ ടൈമിലൊക്കെ അവരുടെ ഒപ്പമൊക്കെ ചെന്ന് കുറച്ചു നേരം വർത്താനമൊക്കെ പറയാ. അങ്ങനെ ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികളും നമ്മളും തമ്മിൽ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്തെടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ അടുത്ത് അവർ എന്തും തുറന്നു പറയും, ഒരു മറയും ഉണ്ടാവില്ല. അത് നല്ലൊരു കാര്യമാണ്, എനിക്ക് ഇഷ്ടമാണ്. കാരണം അവര് നമ്മളിടുന്ന ഹൈഡ് ചെയ്യില്ല. ഹൈഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡ് ചെയ്യുമ്പോൾ പ്രശ്നം വരുന്ന വെച്ചാൽ നമ്മളെ ഹൈഡ് ചെയ്യാന്നുള്ള ഫീലിംഗ് അവർക്കും, അവരെന്തോ ഹൈഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ അടുത്ത് എന്താ ഇങ്ങനെ തുറന്നു പറയാത്തെന്നുള്ളൊരു ഫീലിംഗ് നമുക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാം. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് പാരന്റ് ആൻഡ് ഫാമിലി ആറ്റിറ്റ്യൂഡ് on the part of the parents and teachers together with proper guidance whenever required. Contribute strongly in developing self-confidence. ഇത്രയും കാര്യങ്ങൾ ആ കുട്ടിയുടെ സെൽഫ് കോൺഫിഡൻസിനെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. എ പോസിറ്റീവ് സെൽഫ് ഇമേജ്, അവനെ കുറിച്ച് അവരുടെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഇമേജ് ഡെവലപ്പ് ചെയ്യുന്നു. ഇമോഷണൽ സെക്യൂരിറ്റി, സെക്യൂർഡ് ആണെന്നുള്ള ഫീലിംഗ് തോന്നുന്നു. അവന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവന്റെ ഫാമിലിയിൽ അവന്റെ ടീച്ചറിനോട് അല്ലെങ്കിൽ അവന്റെ പാരന്റിനോട് തുറന്നു പറയാന്നുള്ള ഒരു മനസ്സുണ്ടാവും. ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ഇൻ സൊസൈറ്റിയിൽ ബാക്കി എന്ത് കാര്യങ്ങളായിട്ടും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അവരുടെ മൈൻഡ് എങ്ങനെയായിരിക്കും, കൺട്രോൾ ആയിരിക്കും. ആൻഡ് സെൽഫ് കൺട്രോൾ ഇൻ ചൈൽഡ്, ചില കുട്ടികൾക്ക് സെൽഫ് കൺട്രോൾ ഉണ്ടാവില്ല, ചില കുട്ടികൾക്ക് സെൽഫ് കൺട്രോൾ ഉണ്ടാവും. അവരെന്താണ് നല്ലൊരു ലവിങ് ആൻഡ് സെക്യൂർഡ് ഫാമിലി, അല്ലെങ്കിൽ ആ ഒരു ഇതിൽ നിന്ന് ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് നല്ല സെൽഫ് കൺട്രോൾ ഉണ്ടാവും. മറ്റു കുട്ടികൾക്കാണെങ്കിൽ സെൽഫ് കൺട്രോൾ ഉണ്ടാവണമെന്നില്ല. ഇതെല്ലാമാണ് ഒരു കുട്ടീനെ സംബന്ധിച്ച് ലവ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. നമ്മൾ കുട്ടികളിൽ സ്നേഹം എന്ത് ചെയ്യാം, പ്രകടിപ്പിക്കാനുള്ളതാണ്. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് നാളെ മക്കൾക്ക് നമ്മുടെ ഒപ്പം ഉണ്ടാവുള്ളൂ. നമ്മുടെ മക്കളായാലും അതേപോലെ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളായാലും കുറച്ച് നാളെ, ചിലപ്പോൾ ഒരു വർഷത്തേക്കായിരിക്കും, അവരുടെ അടുത്ത വർഷം എന്ത് ചെയ്യും, ട്രാൻസ്ഫർ കിട്ടും അല്ലെങ്കിൽ പ്രമോഷൻ കിട്ടുമ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോകും. അത്രയും നാൾ ചിലപ്പോൾ ഒരു 10 മാസം നമ്മുടെ ഒപ്പം ഉള്ള കുട്ടികളോട് നമ്മൾ ഒരിക്കലും ദേഷ്യം അങ്ങനെ ഒന്നും കാണിക്കരുത്. നമ്മൾ നല്ല സ്നേഹത്തോടെ അവരെന്ത് ചെയ്യുക, കെയർ ചെയ്യുക. എന്നാൽ മാത്രമേ അവരുടെ മനസ്സിൽ നമ്മളെന്നും എന്ത് ചെയ്യുള്ളൂ, ഓർത്ത് വെക്കാനായിട്ട് നമ്മളെ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് നമ്മളെ ഓർക്കുമ്പോൾ നമ്മളോട് ഒരു സന്തോഷത്തോടെ ഒരു സ്നേഹത്തോടെ ഉള്ള ഒരു ഓർമ്മയായിരിക്കാം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് അവർക്ക് പ്രസന്റ് ചെയ്യാനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് ലവ് ആൻഡ് സെക്യൂരിറ്റി ഇൻക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്ന ഒരു ഇമോഷണൽ നീഡാണ് ഇൻഡിപെൻഡൻസ്. ഡിപ്പെൻഡിങ് upon their ability, children should be promoted to think independently and carry out the task, of course, under adult supervision. ഓരോ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നേക്കാളും നല്ലത് അവരെ കൊണ്ട് അവരുടെ പ്രായത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നല്ലതായിരിക്കും. ചെറിയ ചെറിയ ടാസ്കുകൾ എന്ത് ചെയ്യാം, അവർക്ക് മാക്സിമം കുട്ടികളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ ടാസ്കുകൾ എന്ത് ചെയ്യാം, നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ജസ്റ്റ് അവരിപ്പോ ഒരു 3, 4, 5, 6 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ അവരോട് പറയാം, ഭക്ഷണം കഴിച്ച പാത്രം എന്ത് ചെയ്യാം, അവിടെ വേസ്റ്റ് ബിന്നിൽ കൊണ്ടുവന്ന് വെക്കാട്ടോ മോനെ, അല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്ന് വെക്കാം. കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ മോനെ അതൊന്ന് കഴുകി വെക്കാം. അപ്പൊ നമ്മളുടെ സൂപ്പർവിഷനിൽ അവർ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് പഠിക്കാനും, അതേപോലെ സ്വന്തമായിട്ട് ഡ്രസ് ചെയ്യാനും, അതേപോലെ എന്താണ് ചപ്പൽ വിയർ ചെയ്യാനും, ഡ്രസ് ചെയ്യാനും, ഒന്ന് റെഡി ആവാനും, അതേപോലെ ബുക്സ് ഒക്കെ സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, ബാഗിലൊക്കെ എടുത്ത് വെക്കാനൊക്കെ അവരെ ശീലിപ്പിക്കണം നല്ലതായിരുന്നു. അവർക്ക് സ്വന്തം എബിലിറ്റിയിൽ അവർക്ക് എന്തായാലും വിശ്വാസം. ചില അമ്മമാരുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും, ഒരു ചെറിയ കാര്യം പോലും എന്ത് ചെയ്യില്ല, മക്കളെ കൊണ്ട് ചെയ്യിക്കില്ല. അത് വളരെ മോശമായിട്ടാണ് എന്റെ അഭിപ്രായം. കാരണം കുട്ടികൾക്ക് ഒരു കാര്യം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല. അവർ വലുതായി കഴിഞ്ഞാൽ പോലും, വലുതായി കഴിയുമ്പോൾ അമ്മമാര് പറയും, ഇത്ര വലുതായില്ലേടാ നീ എന്തൊന്നും ഒറ്റയ്ക്ക് ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോ, ഇത്രയും നാളെ അമ്മ അത് ചെയ്തു കൊടുക്കാണ്, എല്ലാ കാര്യങ്ങളും അമ്മ ചെയ്തു കൊടുക്കാണ്. അപ്പൊ അവരെന്താണ് അത് ഫീൽ ചെയ്യും. അല്ല ഒരു വലിയ കുട്ടികളൊക്കെ ഒരു എന്താ പറയുക ഹോസ്റ്റലിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ മാറി നിൽക്കുമ്പോൾ അവർക്ക് അത് ഫീൽ ചെയ്യും.
ഇത്രയും നാളെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ ആരുണ്ടായിരുന്നു? അമ്മ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്കൊന്നും ചെയ്തു തരാൻ ആരുമില്ല, അപ്പൊ ഞാൻ ഒറ്റയ്ക്കായെന്നുള്ള ഫീലിംഗ് ഒക്കെ വരും. അത് ആ ഒരു ഫീലിംഗ് നമുക്ക് ഇല്ലാതാക്കാനായിട്ട് നമുക്ക് എന്ത് ഹെൽപ്പ് ചെയ്യും? ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറുപ്പം മുതലേ, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതലേ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ത് ചെയ്യാം, മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റും. അപ്പൊ ചെറുപ്പത്തിൽ അവരൊരു കാര്യങ്ങൾ ചെയ്യുന്ന നല്ല രീതിയിൽ നമ്മൾ സൂപ്പർവൈസ് ചെയ്യാം. അല്ലാതെ നമ്മൾ അവരത് ചെയ്യാൻ പോകുമ്പോഴേക്കും അയ്യോ മോനെ ഇത് ചെയ്യല്ലേ, ഞാൻ ചെയ്തോളാം എന്നൊന്നും പറയാൻ നിൽക്കരുത്. ചെറിയ കാര്യങ്ങളൊക്കെ അവർ ചെയ്തോട്ടെ. ക്ലാസ്സിലാണെങ്കിലും നമുക്ക് ചെറിയ കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആ പാത്രം നല്ല രീതിയിൽ കൈ വാഷ് ചെയ്യുക, ആ പാത്രം ക്ലീൻ ചെയ്യിപ്പിക്കാൻ നമ്മളെ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാനൊക്കെ പറ്റും. This also helps in developing confidence in child. ഒരു കാര്യം അവർ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു കോൺഫിഡൻസ് വരാണ്, ഒരു നല്ലൊരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ്. നമ്മൾ ഒരു നല്ല ഗുഡ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ് ആയിരിക്കണം കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. കാരണം നമ്മുടെ ക്ലാസ് റൂമിലാവട്ടെ എവിടെ ആവട്ടെ അവിടെയൊക്കെ നമ്മൾ എന്താണ്, ഒരു നല്ല സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, കുട്ടികൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഒരു പ്ലസന്റ് ആയിട്ടുള്ള, അവർക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് വേണം എന്ത് കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. Okay, a healthy social environment is necessary for smooth and healthy emotional development of the child. ഒരു നല്ലൊരു സോഷ്യൽ എൻവയോൺമെന്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സൊസൈറ്റിയാണ് കുട്ടികളെ മുന്നിൽ കാഴ്ചവെക്കണമെങ്കിൽ അവർക്ക് ഒരു ഇമോഷണൽ ഡെവലപ്മെന്റ്, കുട്ടിയുടെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇമോഷണൽ ഡെവലപ്മെന്റ് അതിലൂടെ നമുക്ക് കൈവരിക്കാൻ പറ്റും. ബട്ട് എ ചൈൽഡ് സീസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. കുട്ടി എന്താണ് കാണുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. Drunkenness, squirrels of at home, classes, class distribution, anti-social activities, violence in society, and in the feelings of frustration, rejection, fear, and non-adjustment in child are often maybe even result in anti-social behavior in child. Okay. കുട്ടികൾ ഡെയിലി കാണുന്നത് ഒരു എന്താ പറയാ, പാരന്റ്സ്, കുട്ടികളുടെ പാരന്റ് എന്താ പറയാ, അച്ഛൻ എല്ലാ ദിവസവും മദ്യപിച്ച് വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കുട്ടി എന്താ കണ്ടു വളരുന്നത്, മദ്യപിച്ച് വരുന്നത് വലിയൊരു കാര്യമായിട്ടായിരിക്കും അവരുടെ മനസ്സിൽ എന്ത് ചെയ്യുന്നത്, അത് സ്റ്റോർ ചെയ്യണത്. അതേപോലെ വീട്ടിലെപ്പോഴും വാക്കുതർക്കമൊക്കെയാണ്, ഭയങ്കരമായിട്ട് തല്ലു പിടിക്കുകയാണ്, പാരന്റ്സും എന്താ പറയാ ഹസ്ബൻഡും വൈഫും തമ്മിൽ എപ്പോഴും ഭയങ്കര ഫൈറ്റ് ആണ് വിചാരിക്കുക. അങ്ങനെ പ്രശ്നമാണെങ്കിൽ ആ ഒരു ഫാമിലി വലുതായി വരുമ്പോ, കുട്ടി വലുതായി വരുമ്പോ അങ്ങനെയാണ് ഫാമിലി എന്നുള്ളൊരു ഇമേജ് അവരുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്യും. അപ്പൊ മദ്യപിച്ച് വരുന്നതും ബഹളം ഉണ്ടാക്കുന്നതും ഒക്കെ ഒരു ഫാമിലിയിൽ അത് സർവ്വസാധാരണമാണ് എന്നുള്ള ഒരു ചിന്ത അങ്ങനെ മൈൻഡിൽ വരും. അങ്ങനെയല്ല മക്കളെ, ഇതെല്ലാം റെയർ ആണ്, ഇങ്ങനെ ചെയ്യണത് നല്ലതല്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെ പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ വംശീയത, അതേപോലെ ക്ലാസ്സില് ഈ വംശീയത എന്ന് പറയുമ്പോ ചില ആൾക്കാർ ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിലെ ഗവൺമെന്റ് സ്കൂളിൽ സാധാരണ മലയാളികളുടെ മക്കൾ പഠിക്കുന്നത് പോലെ തന്നെ മറ്റു ലാംഗ്വേജിലുള്ള കുട്ടികളുടെ പാരന്റ്സ്, ഇപ്പൊ അവിടേക്ക് ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്ന പാരന്റ്സിന്റെ മക്കളും എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പൊ അവരോടൊക്കെ ഒരു വംശീയത എന്ന് വെച്ചാൽ നിങ്ങൾ ഈ നാട്ടിലല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല എന്നുള്ള ഒരു പെരുമാറ്റമൊന്നും നമ്മുടെ കുട്ടികളുടെ ഭാഗത്തുനിന്നോ ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നോ പാടില്ല. അങ്ങനെ ഡിസ്ക്രിമിനേഷനോ അങ്ങനെ പെരുമാറാനോ പാടില്ല. അതേപോലെ സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തികൾ ഉണ്ടാവും, ഈ മദ്യപാനം, അതേപോലെ ലഹരി ഉപയോഗം, അതൊന്നും കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക, ഇതൊന്നും നല്ലതല്ല, ഇതെല്ലാം വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ വയലൻസ് ഇൻ സൊസൈറ്റി ആൻഡ് ഫ്രസ്ട്രേഷൻസ് കാണിക്കുക, ദേഷ്യമൊക്കെ കാണിക്കുക. ചില ആൾക്കാർ ദേഷ്യം കാണിക്കാൻ നമുക്ക് ഒട്ടും എന്ത് ചെയ്യുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ ഉള്ള ദേഷ്യം കാണിക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികളത് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. അതേപോലെ നിരാശ കാണിക്കുന്നത്, ഫിയർ കാണിക്കുന്നത്. ചില കുട്ടികൾ ഭയങ്കര നോൺ അഡ്ജസ്റ്റ് ആയിരിക്കും. നമ്മൾ പറയും അവനൊട്ട് അഡ്ജസ്റ്റ് ചെയ്യണില്ല, നമ്മൾ പെട്ടെന്ന് അവൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാൻ പറ്റില്ല. കാര്യങ്ങൾ അവൻ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവൻ നമ്മുടെ വഴിയിലേക്ക് മാറ്റിയെടുക്കുകയാണ്. ഈ ആന്റി സോഷ്യൽ ബിഹേവിയർ കുട്ടികളിൽ
ആന്റി സോഷ്യൽ ബിഹേവിയർ അവോയ്ഡ് ചെയ്യരുത്. ഇങ്ങനത്തെ ഒരു ബിഹേവിയർ അവരിൽ നിന്ന് ഒഴിവാക്കാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം. ഒരുപാട് സാഹചര്യങ്ങൾ മൂലം കുട്ടികളിൽ എന്ത് ബിഹേവിയർ വരാനുള്ള ചാൻസ് ഉണ്ട്? ആന്റി സോഷ്യൽ ബിഹേവിയർ വരാനുള്ള ചാൻസ് ഉണ്ട്. അവരെല്ലാ ദിവസവും ഇപ്പം ഒരു സ്കൂളിന്റെ അടുത്ത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സ്കൂളുകളുടെ അടുത്ത് മദ്യശാലകൾ കൊണ്ടുവരാൻ പാടില്ല, ഇത്ര കിലോമീറ്റർ അകലെ വേണം മദ്യശാലകൾ എന്ന് പറയുന്നത്? കാരണം കുട്ടികൾ അത് കണ്ട് ശീലിക്കാൻ പാടില്ല. കുട്ടികൾ വളർന്നു വരുന്ന ഭാവിയിലെ തലമുറ, ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത്. നമുക്ക് എത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികളാണ് ഈ കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ഒരു നല്ലൊരു ഡെവലപ്മെന്റ് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇത്രയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതേപോലെ തന്നെ ചെറിയ പെട്ടിക്കടകളിലൊന്നും സ്കൂളിന്റെ അടുത്ത് ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യാനോ ഉപയോഗിക്കാനോ പാടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരുപാട് കടകളിൽ അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ? അതൊക്കെ എന്തുകൊണ്ടാണ്? കുട്ടികൾ അതൊന്നും കണ്ട് ശീലിക്കാതിരിക്കാൻ, ചെറുപ്പത്തിൽ അതൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ടും അത് ശീലിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവരുടെ മനസ്സിൽ അങ്ങനെ കഴിക്കുമ്പോ അല്ലെങ്കിൽ മുതിർന്നവർ അങ്ങനെ ചെയ്യുമ്പോ അവർ വിചാരിക്കാൻ എന്താണ്, അങ്ങനെയൊക്കെ ചെയ്താൽ കുഴപ്പമില്ല എന്നൊക്കെ അവർ മനസ്സിൽ സ്റ്റോർ ചെയ്യും. ശരിക്കും പറഞ്ഞാല് അങ്ങനെയൊന്നും ചെയ്യാനും പാടില്ല. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യുന്നതെന്ന് അറിയാവോ? പാലിറ്റേറ്റീവ് കെയർ ഉണ്ടാവും. ഈ ക്യാൻസറുടെ എന്താ പറയാ, ക്യാൻസർ ഒക്കെ വന്നിട്ടുള്ള പേഷ്യൻസിനൊക്കെ കെയർ ചെയ്യുന്ന സ്ഥലമുണ്ട്. പാലിറ്റേറ്റീവ് കെയർ യൂണിറ്റെന്നോ ഇതൊരു പറയും, ഒരു പേര് പറയുന്നത്. പാലിയേറ്റീവ് കെയർ യൂണിറ്റ്. പിന്നെ വേറൊരു പേര് പറയൂടാ, വേറൊരു സ്ഥലം പറയും. ഈ ക്യാൻസർ റിസർച്ച് സെന്റേഴ്സ് ഒക്കെ ഇല്ലേ, റീജിയണൽ ക്യാൻസർ റിസർച്ച് സെന്റേഴ്സ് ഒക്കെ, അവിടെ പേഷ്യൻസിന് നമ്മൾ കുറെ നാളത്തേക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ, അവരുടെ ആ ഒരു ലൈഫ് സ്പാൻ വരെയൊക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നമ്മള് കുട്ടികളോട് കെയർ ഹോം ആണോ മാം? എന്താണ് കെയർ ഹോം അല്ലേ? ആണ് തോന്നുന്നത് കേട്ടോ, കെയർ ഹോം. അതായത് ക്യാൻസർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് പിന്നെ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയവരെ അവർ ഇങ്ങനെ ഒരു നല്ല ഒരു പീസ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ആക്കും. അങ്ങനത്തെ ഒരു ഇതുണ്ട്. അവിടെയൊക്കെ നമ്മള് ഈ കുട്ടികളെ ചെറുപ്പത്തിലെ നമ്മളിങ്ങനെ പിക്നിക്കിനൊക്കെ കൊണ്ടുപോകുന്ന പോലെ തന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലും കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. കാരണം ഇന്ന കാര്യങ്ങളൊക്കെ കഴിച്ചതുകൊണ്ട്, ഇപ്പൊ ഡ്രഗ്സ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആൽക്കഹോൾ കഴിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട്, അല്ലെങ്കിൽ പാൻ മസാല, അങ്ങനെ ഒരുപാട് എന്താ പറയാ ഒരുപാട് അഡിക്ഷൻസ് ആൾക്കാരിലുണ്ട്. അപ്പൊ ഇങ്ങനത്തെ അഡിക്ഷൻസ് മൂലം ഇവർക്ക് എന്താണ് ഭാവിയിൽ സംഭവിക്കാന്നുള്ളത് ഇപ്പൊ കെയർ ഹോമിലൊക്കെ കൊണ്ടുപോയി എന്തുകൊണ്ടാണ് ഈ അസുഖം വന്നത് എന്ന് നമ്മൾ അങ്ങനെ പറയുന്നതല്ല, അവരൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അവർക്കൊരു ആശ്വാസമായിരിക്കും കുട്ടികളെ കാണുമ്പോ. അതേപോലെ കുട്ടികൾക്കൊരു വലിയ പാടായിരിക്കും, ഇങ്ങനെ കഴിച്ചത് കൊണ്ട് ആണ് അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് എന്നുള്ളൊരു വലിയ പാടായിരിക്കും. അവരുടെ മനസ്സിലത് സ്റ്റോർ ചെയ്തു. കാരണം ചില കാര്യങ്ങളൊക്കെ കുട്ടികൾ മറക്കില്ല. അപ്പൊ ചെറുപ്പത്തിലേ അത് അവർക്ക് ബാഡാണ്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് കുട്ടികളിൽ എന്താ പറയാ മനസ്സിനെ ഉറപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭാവിയിൽ എത്ര പ്രലോഭനങ്ങൾ ഉണ്ടെങ്കിൽ പോലും കുട്ടികൾ അതെന്ത് ചെയ്യില്ല, കഴിക്കില്ല. റീഹാബിലിറ്റേറ്റീവ് സെന്റേഴ്സ്, അതെ റീഹാബിലിറ്റേറ്റീവ് സെന്റേഴ്സ് എന്ന് പറയും. ഈ കെയർ ഹോം എന്ന് പറയാറുണ്ട്, പാലിയേറ്റീവ് കെയർ എന്ന് പറയാറുണ്ട്, ഒരുപാട് പേരുകൾ അതിനുണ്ട് കേട്ടോ. അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കുട്ടികളെ കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. അതെന്റെ അഭിപ്രായമാണ്. ചില സ്കൂളിൽ നിന്നൊക്കെ ക്യാമ്പുകൾ, NCCയുടെ ഒക്കെ ക്യാമ്പിന്റെ ഒക്കെ ഭാഗമായിട്ട് കൊണ്ടുപോകാറുണ്ട്. അപ്പൊ കുട്ടികളിൽ അങ്ങനെ കൊണ്ടുപോകുന്ന അവരിൽ ബോധവൽക്കരണം ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതേപോലെ ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ കൊടുക്കുക. ലഹരിയുടെ ഉപയോഗം കൊണ്ട് എന്തൊക്കെ അസുഖങ്ങളാണ് വരുന്നത്, ഇന്ന പ്രശ്നങ്ങളാണ് എന്നുള്ള രീതിയിൽ ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നത് നല്ലൊരു ഭാവി തലമുറയെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതൊന്നുമില്ലാത്ത നല്ലൊരു ഹാപ്പി ആയിട്ട്, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന മെയിൻ പ്രശ്നം എന്താണെന്ന് അറിയാവോ? നമ്മുടെയൊക്കെ പ്രായമുള്ള ചെറിയ പിള്ളേര്, 30-35 വയസ്സൊക്കെ ഉള്ള ആൾക്കാരില് ഇപ്പൊ ഈ അസുഖങ്ങൾ കണ്ടു തുടങ്ങുന്നുണ്ട്. ചിലപ്പോ അവരുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് വന്ന മാറ്റങ്ങളായിരിക്കും. ഒരുപാട് നാൾ മദ്യപിക്കുന്നതുകൊണ്ട് ചെറിയ പ്രായത്തിൽ നിങ്ങൾ വിചാരിക്കും ഈ കുട്ടികളൊക്കെ ഇത്ര പ്രായത്തിലേ മദ്യപിച്ചു തുടങ്ങുന്നു. ഞങ്ങൾക്കൊക്കെ കണ്ടു പരിചയമുള്ളൊരു ഒരു കാര്യം പറഞ്ഞോട്ടെ പറഞ്ഞ ഗോപിക മാം. ഇപ്പൊ നമ്മൾ ലഹരി, മദ്യം ഇതിനെ കുറിച്ച് മാത്രം പറയണം, ഇതുകൊണ്ട് ക്യാൻസർ എന്ന് പറയാറില്ലേ മാം? പക്ഷെ ഞാൻ പറയണത് ഇപ്പം എന്റെ ഫാമിലിയിൽ തന്നെ 2 പേര് ലങ്സ് ക്യാൻസർ വന്ന്. അപ്പൊ ഡോക്ടർ പറഞ്ഞത് സ്മോക്ക് ചെയ്ത് വരും. പക്ഷെ 2 പേര് അമ്മമാരാണ്. മേമ എന്നൊക്കെ പറയില്ല, ചെറിയമ്മ. അതുപോലെയുള്ളവർക്ക് ലങ്സ് ക്യാൻസർ. പിന്നെ കൂടുതലും സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ. സ്ത്രീകളൊന്നും നമ്മളെപ്പോലെ അമ്മമാരും 45 വയസ്സുകാരൊന്നും പുകവലിക്കൊന്നും ചെയ്യില്ല. എന്നിട്ടും ഒത്തിരി സ്ത്രീകൾക്കല്ലേ മാം ക്യാൻസർ ഒക്കെ വരിക. അപ്പൊ അതൊക്കെ ശരിക്കും
ഈ മദ്യമല്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് ചെറിയ കുട്ടികൾ, ഫോർ എക്സാമ്പിൾ ഫ്രഞ്ച് ഫ്രൈസ്, നമ്മുടെ ബർഗർ, പിസ്സ ഇതുപോലൊക്കെ കഴിച്ച് വളരുന്ന പിള്ളേരല്ലേ മാം ഇപ്പൊ. അപ്പൊ അതിലൂടെയൊക്കെ ഇതുപോലെ ബാധിക്കുവോ? സത്യമായിട്ടും ഞാനിപ്പോ പറഞ്ഞില്ലേ ലങ്സ് ക്യാൻസർ ഇപ്പൊ അമ്മമാരിൽ വന്നില്ല അവർ പുകവലിക്കുന്നില്ല, സ്മോക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അവര് ചിലപ്പോ പാസീവ് സ്മോക്കേഴ്സ് ആയിരിക്കും. അവരുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ അടുപ്പിലൊക്കെ പുക, ചില പുകകൾ നമ്മളിങ്ങനെ ശ്വസിക്കുമ്പോ അത് ഇങ്ങനെ ലങ്സിൽ പോയിട്ട് നിന്ന് ബ്രോങ്കിറ്റിസ് പോലെയൊക്കെ വന്നിട്ടാണോ ഇത് ശരിക്കും വരണ? ഓക്കെ, പാസീവ് സ്മോക്കേഴ്സിന് വന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ലങ്സ് ക്യാൻസർ കേട്ടോ. ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പൊ കുട്ടിയുടെ അമ്മ മരിക്കാനായിട്ട് കാരണമായത് ഇപ്പൊ എന്താണ്, അച്ഛൻ നന്നായിട്ട് സ്മോക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ ഞാനൊരു ഇതിൽ വായിച്ചിട്ടുണ്ട്. അപ്പൊ അമ്മ മരിക്കാൻ കാരണമായത് ലങ്സ് ക്യാൻസർ മൂലമാണ്. അതോടെ അച്ഛൻ എന്ത് ചെയ്തു, പുകവലി നിർത്തിയതായിട്ടൊക്കെ ഒരു കുട്ടി ഇന്റർവ്യൂവിൽ പറയണത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ ചെറിയ കുട്ടികൾക്ക് നമ്മൾ ചെറുപ്പത്തിലെ ശീലം ഫുഡ് ഹാബിറ്റ്സിന്റെ ആയാലും ജീവിതശൈലി കൊണ്ടും നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരും. അത് കൂടാണ്ട് ഞാൻ ഈ പറഞ്ഞ ടൈപ്പ് ക്യാൻസറുകളും വരാറുണ്ട്. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് എന്ത് വരുന്നുണ്ട്, ഈ ക്യാൻസർ പോലത്തെ ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട്. അതിൽ വൺ ഓഫ് ദ ആണ് ഞാൻ പറഞ്ഞ ഈ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. നമ്മളപ്പോ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് നല്ലൊരു എൻവയോൺമെന്റ്, ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു നല്ല സോഷ്യൽ എമോഷണൽ എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മുടെ പാരന്റ്സും അതേപോലെ തന്നെ ടീച്ചേഴ്സും എന്ത് ചെയ്യണം, മുൻകൈ എടുക്കണം. അത്രേ ഉള്ളൂ കേട്ടോ. ഒന്ന് വായിച്ചെല്ലാവരും. വായിച്ചു നോക്കി എല്ലാവരും. മിസ്, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് കിട്ടിയ ഒരു ചെറിയ അറിവാണ്. ഞാനൊരു ക്ലാസ്സിൽ പോയപ്പോ പറഞ്ഞോട്ടെ മിസ്. പറഞ്ഞോടാ. അതായത് ഈ നമ്മൾ രാവിലെ കുട്ടികളെ സ്കൂളിലേക്കല്ലോ, നമ്മൾ രാവിലെ സ്കൂളിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഒരു കുട്ടിയെ നമ്മളൊന്ന് ഹഗ് ചെയ്യണമെന്ന്. അതുപോലെ തിരിച്ചു വരുമ്പോഴും നമ്മൾ ഹഗ്. ഇതൊരു ഒരു ഡോക്ടറുടെ ഒരു ക്ലാസ് ആയിരുന്നു കേട്ടോ. ഒരു സൈക്കാട്രിസ്റ്റ് അങ്ങനെ ഏതൊരു ഡോക്ടറായിരുന്നു. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഇവർക്കൊരു ഭയങ്കരമായിട്ട് പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യും. അങ്ങനെ അതായത് ഇപ്പൊ കോൾഗേറ്റിന്റെ പരസ്യത്തിലൊക്കെ കാണില്ല, ഒരു റൗണ്ട് പേസ്റ്റിന് ചുറ്റും ഒരു റൗണ്ട് പോലെ വരത്തില്ലേ മാം? അതുപോലെ നമ്മൾ സ്കൂളിലേക്ക് 3 പ്രാവശ്യമാണ് ആ സാറ് പറയുന്നത്. അതായത് രാവിലെ എണീറ്റ ഉടനെ കൊച്ചിനൊരു കോൺഫിഡൻസ് കൊടുക്കണം. അതുപോലെ സ്കൂളിലേക്ക് ഒരുങ്ങി പോകാനായിട്ട് നിൽക്കുമ്പോൾ അവനൊന്ന് ഹഗ് ചെയ്ത് വേണം. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ മദ്യം, മയക്കുമരുന്ന് ഇങ്ങനത്തെ അഡീഷൻ ഒന്നും വരത്തില്ല. കാരണം നമ്മുടെ ഒരു എനർജി അവരെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തും. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഇവന് പോകുമ്പോഴെപ്പോഴും ഓടി ഒന്നൊന്ന് ഹഗ് ചെയ്തിട്ട് ഇങ്ങനെ പോകും. അതൊരു നല്ല അറിവായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് കുറച്ചു പേർക്ക് ഷെയർ ചെയ്യാന്നോർത്ത് പറഞ്ഞു. അങ്ങനെ തിരിച്ചു വരുമ്പോഴും അത് ചെയ്യണമെന്നാ ഡോക്ടർ പറഞ്ഞു. ആണല്ലേ? ഞാൻ ചെയ്യാറുണ്ട്. മോളെ എഴുന്നേറ്റ് വരും, രാവിലെ എഴുന്നേറ്റ് വരുമ്പോ അവളെ ഞാൻ ഹഗ് ചെയ്തിട്ട് അവളെ എഴുന്നേപ്പിച്ചു തന്നെ. അതേപോലെ രാത്രിയും അതേപോലെ ഉറങ്ങുന്നതിന് മുമ്പ് ഹഗ് ചെയ്ത് അവളെ ഭയങ്കര കെയറോടുകൂടി ആ രാവിലെ വൈകുന്നേരം മാത്രമാണ് ഞാൻ ചെയ്യാറ്. ക്ലാസ്സിൽ പോണതിന് മുമ്പ് ചെയ്യാറില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു. അവന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വന്നു മാം. എന്റെ മോന്റെ സ്വഭാവത്തിൽ ഇത് തുടങ്ങി ഒന്ന് പരീക്ഷിച്ച് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട് ഇപ്പൊ. ഓക്കേടാ. അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും കേട്ടോ. മക്കളോട് മക്കൾ ക്ലാസ്സിൽ പോണതിന് മുമ്പും ശേഷം ട്രൈ ചെയ്യാം. കാരണം അവർക്ക് അത് ഫീൽ ചെയ്യണം. കെയർ ആണ്, നമ്മൾ അവർക്ക് ഉണ്ട് എന്നുള്ളൊരു കെയർ ഫീൽ ചെയ്യും. അപ്പൊ അതൊക്കെ നല്ല അറിവാണ്.
അപ്പൊ ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. സൈൻ ഔട്ട് ആരാ പറയണേ? ഞാനാ മാം. പറഞ്ഞോളാം. എവരിതിങ് ഈസ് പോസിബിൾ ഇൻ യുവർ ലൈഫ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം സാധ്യമാണ്. സൈൻ ഔട്ട് ബൈ രഞ്ജിനി. താങ്ക് യു മാം. താങ്ക് യു. നമ്മളെ കൊണ്ട് എന്താണ് നേടിയെടുക്കാൻ പറ്റാത്ത ഈ ഭൂമിയിൽ ഒന്നും ഇല്ല അല്ലെ. താങ്ക് യു ഓൾ. താങ്ക് യു മാം.